ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 6 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം അത് മാത്രമല്ല, എല്ലാവരും ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു ഈ മാസം ഡിസ്കൗണ്ട് ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യത്തിൽ തിരക്കിലായി പോയതുകൊണ്ട് പിന്നത്തേക്ക് ആക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അധികം ലേറ്റ് ആക്കുന്നില്ല. അപ്പൊ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഡിസ്കൗണ്ട് ഓഫർ. 6 ദിവസത്തെ ഡിസ്കൗണ്ട് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. വേറെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ 10 ദിവസവും 12 ദിവസവും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ അത്രയൊന്നുമില്ല, 6 ദിവസത്തേക്കേ ഉള്ളൂ. അപ്പൊ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഏപ്രിൽ 7-ാം തീയതിയാണ് 2025. ഏപ്രിൽ 7 ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ വ്യൂവേഴ്സ്, പിന്നെ നമ്മുടെ അടുത്ത് നേരത്തെ വന്നിട്ടുള്ള പേഴ്സണൽ റീഡിങ്ങിൽ വന്നിട്ടുള്ള ആൾക്കാർ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ടിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പറും ഞാൻ ഈ ഡിസ്കൗണ്ടിന്റെ ഒപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഈ വ്യക്തി മനസ്സറിഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്, ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവസാനം നിങ്ങളുടെ പേഴ്സന്റെ ഒരു ലവ് മെസ്സേജസും ക്ലൂസും എടുക്കുന്നതായിരിക്കും. റീസണേറ്റ് ആവുന്നവര് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം. അപ്പോൾ ഈ വ്യക്തിയിൽ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്ന എനർജി എന്ന് പറയുമ്പോൾ, ഈ വ്യക്തിയിൽ പ്രകടമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, എന്തെങ്കിലും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഈ പേഴ്സണിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ, അതാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ആർ ടേക്കിംഗ് ടുഡേ. ലെറ്റ്സ് സീ വാട്ട് വിൽ ബി ദ എനർജി. യെസ്, ജോയ് ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ കളർ ഈസ് യെല്ലോ. ഇറ്റ്സ് ഓൾ അബൌട്ട് യെല്ലോ. കാരണം യെല്ലോ എന്ന് പറയുന്നത് തീർത്തും ഒരു സൂര്യന്റെ ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത്. യെല്ലോ എന്ന് പറയുന്ന കളർ പോലും അത് ചില കാര്യങ്ങളിലൊക്കെ വളരെ കോമഡി ആയിട്ട് തോന്നുമെങ്കിലും, ഇപ്പൊ യെല്ലോ ഷർട്ട് അല്ലെങ്കിൽ യെല്ലോ സാരി എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു കോമഡി ആയിട്ടൊക്കെ തോന്നും. ഓക്കെ, പക്ഷെ അതൊരു കോമഡി കളർ പോലെ ആണെങ്കിൽ പോലും യൂണിവേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ, അതായത് സ്പിരിച്വൽ എനർജീനെ പറ്റിയിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു യെല്ലോ കളർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. അത് സൂര്യന്റെ ഊർജത്തെ ആണെങ്കിലും നമ്മുടെ ഓറയുടെ എനർജി ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മളെ ഒരു സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം, സന്തോഷമൊക്കെ കൊണ്ടുവരാൻ വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കളറും കൂടിയാണ് യെല്ലോ. ഓക്കെ, അപ്പോൾ യെല്ലോ എന്ന് പറയുന്നത്, യെല്ലോ ഡ്രസ്സ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യാണ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും യെല്ലോ കളറ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇരട്ടിയായിട്ട് നമുക്ക് ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഈവൻ ഞാൻ പോലും ചെയ്യാറുണ്ട്. അപ്പൊ അത് നമ്മളങ്ങനെ യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നെങ്കിൽ പോലും സ്പിരിച്വൽ പരമായിട്ട് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി വെരി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. ഓക്കെ, അതുപോലെ മഞ്ഞള് ശരീരത്ത് തേച്ച് കുളിക്കുന്നതും, അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിൽ മുഖം കഴുകുക, അല്ലെങ്കിൽ മഞ്ഞളിട്ട വെള്ളം കുടിക്കുക. ഓക്കെ, മഞ്ഞളിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. ഓക്കെ, ബിക്കോസ് അത് നല്ലതാണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു എനർജി ഈ പേഴ്സന്റെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പോലും വളരെ പോസിറ്റീവായിട്ടാണ്. അതുപോലെ യെല്ലോ ഫ്ലവേഴ്സ് ഒക്കെ നല്ലതായിട്ട് കാണിക്കുന്നു. സൂര്യകാന്തി, അതുപോലെ മഞ്ഞ കളറിലെ വേറെ പൂക്കളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ആ പൂക്കളുടെ പേരൊന്നും പേഴ്സണലി അറിയില്ല. അപ്പോൾ ആ പൂക്കളൊക്കെ വീട്ടിൽ വെക്കുന്നതും, പൂക്കളൊക്കെ പറിച്ചിട്ട് ജസ്റ്റ് ഒരു ബൗളിൽ വെള്ളം നിറച്ചിട്ട് അത് നിങ്ങൾ ഇരിക്കുന്ന മുറിയിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒക്കെ വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സന്റെ എനർജി ഇപ്പൊ നമുക്ക് കിട്ടി. എനിക്ക് എന്തോ ഇത് പറയണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്.
അപ്പോൾ ഈ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു സന്തോഷം വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണപ്പെടുന്നു. സന്തോഷം വളരെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഈ വ്യക്തിക്ക്. ഒരുപക്ഷെ എന്തെങ്കിലും സെലിബ്രേഷൻ ആയിരിക്കാം, ആഘോഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചുറ്റിനും ഒരുപാട് വ്യക്തികൾ ഈ പേഴ്സന്റെ ചുറ്റിനും ഉണ്ടാകാം. എന്തെങ്കിലും കല്യാണ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദറോ അല്ലെങ്കിൽ കരിയർ പരമായിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടിയതോ സംതിങ്, എന്തോ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഈ വ്യക്തി വളരെയധികം ബാഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനോടകം ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. അത് ഒരുപക്ഷെ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മോശപ്പെട്ട കൂട്ടുകെട്ടുകളായിരിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തിക്ക് മോശമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഈ വ്യക്തിയിൽ നിന്നും മാറ്റി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതൊരുപക്ഷെ ഈ വ്യക്തിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാകാം, അതായത് ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാകാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ അഭിമാനത്തെ ബാധിക്കുന്നതാകാം. ഓക്കെ. അഭിമാനത്തെയോ സൽപ്പേരിനെയോ ജോലിനെയോ ജീവിത ശൈലിനെയോ ബാധിക്കുന്ന എന്തോ ഒരു കാര്യം, അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനോടകം ശ്രമിച്ചു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഓക്കെ. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കാരണം, എന്തൊക്കെയോ ചിലപ്പോൾ മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ തന്നെയായിരിക്കാം അവര് കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്, നെഗറ്റീവ്സ് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് തിരിച്ചറിയുകയും അത് മാറ്റിവെക്കാനായിട്ട് ഈ പേഴ്സൺ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും എടുത്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിലൂടെ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്, സ്വാതന്ത്ര്യം ആണ്. അത് മാത്രമല്ല, നമുക്കിവിടെ വളരെയധികം ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യവും മാനസികവും പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊരു ഒറ്റപ്പെടലാകാം, ആങ്സൈറ്റി ആകാം, ഡിപ്രഷൻ ആകാം, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാകാം. പ്രഷർ കൂടുക, അല്ലെങ്കിൽ ഷുഗർ നോർമൽ അല്ലാതിരിക്കുക, അല്ലെങ്കിൽ സംതിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ നോർമൽ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് ഈ വ്യക്തിയെ മാനസികവും ശാരീരികവുമായിട്ട് അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം ഈ വ്യക്തിയെ വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയെ വിട്ടു പോയിട്ടുണ്ട്. മനസ്സിലായോ? അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയിൽ കണ്ടുവന്നിരിക്കുന്ന പ്രകടമായ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു കാര്യം എന്താണോ അത് ഇയാള് അത് മാറ്റിയെടുത്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ അതൊരു നല്ലൊരു സൈൻ ആയിട്ടാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് കാർഡ് തന്നെ അത്രയും പോസിറ്റീവ് ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ആൻഡ് ദിസ് കാർഡ് വിൽ ബി ദ ഹോൾ എനർജി, ഐ തിങ്ക്. ഓക്കെ. നമുക്കിനി നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നുണ്ടോ? യെസ്, ദാറ്റ് വിൽ ബി ദ നെക്സ്റ്റ് എനർജി. ഈ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. യെസ്, കോംപ്ലസൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇത്രയും കാലം ഈ വ്യക്തി വേറെ ആർക്കോ വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. അത് നമുക്കിവിടെ ഡാം ഷുവർ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിനെ നമുക്കറിയാം, ദിസ് പേഴ്സൺ ഈസ് റിയലി സാഡ്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇരിക്കുന്ന ചുറ്റുപാട് പോലും അത്ര പോസിറ്റീവ് അല്ല. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഈ വ്യക്തി വളരെ സങ്കടത്തിലായിരുന്നു. പക്ഷെ ആ സങ്കടത്തിലാകാനുള്ള കാരണം ഒരു പരിധിവരെ ഈ വ്യക്തിയുടെ മണ്ടത്തരമായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം സന്ദർഭങ്ങളോട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. മേ ബി ഇവിടെ ഈ വ്യക്തിയെ കൂടുതൽ കൺട്രോൾ ചെയ്തിരുന്നതും നിങ്ങളിൽ നിന്നും അകറ്റിയിരുന്നതും ഒരുപക്ഷെ ഈ വ്യക്തിയുടെ പാരൻസ് തന്നെയാകാം, അച്ഛനമ്മമാര് തന്നെയാകാം, അല്ലെങ്കിൽ
വേറെ ഫ്രണ്ട് ആകാം, വഴിതെറ്റിക്കുന്ന ഫ്രണ്ട് ഓർ കൊളീഗ് ആകാം, അല്ലെങ്കിൽ വേറെ അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ആരെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പേഴ്സന്റെ ഒരു അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിലൂടെ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാല് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും വഴിതെറ്റിക്കുക, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തമ്മിൽ തല്ലിപ്പിക്കുക, ആ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ പരിഗണിക്കാനോ നിങ്ങൾക്ക് പ്രാധാന്യം തരാനോ ശ്രമിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അതിനൊന്നും ഈ പേഴ്സൺ പ്രാധാന്യം തരുന്നില്ല. ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്താണോ, തോന്നിയ കാര്യങ്ങൾ എന്താണോ അതൊക്കെ അങ്ങോട്ട് ചെയ്യാം. അതാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറെ കാര്യങ്ങൾ തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ച് അവരുടെ രീതിക്ക് ചെയ്യാം, അവരുടെ കൺട്രോളിൽ നിൽക്കുക, അവർ പറയുന്നിടത്ത് നിൽക്കുക. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു റെസ്റ്റിംഗ് എനർജിയിലാണെന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ റെസ്റ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളായിട്ട് പോലും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, തേർഡ് പാർട്ടിയുടെ കൂടെ പോകാനും ഉദ്ദേശിക്കുന്നില്ല, ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് ചില്ല് ഔട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല, സമാധാനപരമായിട്ട് ആരുമായിട്ട് കണക്ഷൻ ഇല്ലാതെ, കോണ്ടാക്ട് ഇല്ലാതെ, ആരുടെയും സാന്നിധ്യമില്ലാതെ ഒറ്റക്ക് എവിടെയെങ്കിലും ഇരിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ടേക്കിംഗ് റെസ്റ്റ്, അത് മേ ബി ഒരുപാട് നേരം കിടന്നുറങ്ങുന്നതാകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഗെയിം കളിക്കുക, അല്ലെങ്കിൽ TV കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് ബുക്ക് വായിക്കുക, ഇങ്ങനത്തെ റെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് പരിഗണന തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രാധാന്യം തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു മോശപ്പെട്ട അനുഭവം ലഭിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നു. അത് തീർത്തും തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുവുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ശത്രുവാണ് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ആ തേർഡ് പാർട്ടി എപ്പോഴും നിങ്ങൾക്കെതിരായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ കരുവാക്കിയിട്ടുള്ളത് ഈ പേഴ്സണെയാണ്, ഈ വ്യക്തിയാണ് അതിനെ കരുവാക്കിയിട്ടുള്ളത്. ഈ വ്യക്തിയെ വെച്ചിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു യാഥാർത്ഥ്യം ഈ പേഴ്സൺ മനസ്സിലാക്കുകയും ഈ വ്യക്തിയിലേക്ക് പരിപൂർണമായിട്ട് വരികയും ഈ വ്യക്തിയിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്ത് ഈ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഈ പേഴ്സണ് തീർച്ചയായിട്ടും പല വെളിപാടുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല തിരിച്ചറിവുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരു തിരിച്ചറിവാണ് നിങ്ങളുടെ പ്രാധാന്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ വില. അതിനെക്കുറിച്ച് ഈ പേഴ്സൺ തീർച്ചയായിട്ടും ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ദാറ്റ് മീൻസ് ഈ വ്യക്തി എന്തായാലും നിങ്ങളെ പരിഗണിക്കുന്നുണ്ട്, അത് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും എന്നാണ് കാണിക്കുന്നത്. ദെൻ ഈ പേഴ്സണ് വന്നിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എനർജി ഉണ്ടോ നമുക്ക് നോക്കാം. അതായത് ഈ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഈ വ്യക്തി മാത്രമുള്ളോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിറ്റ് ഗൈഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എനർജി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ദിസ് വിൽ ബി ദ തേർഡ് കാർഡ്. ഏഞ്ചലിക് അസിസ്റ്റൻസ് ആണ്, ഡിവൈൻ ഗൈഡൻസ് ആൻഡ് ലവിങ് സപ്പോർട്ട് ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രണയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏഞ്ചൽസ് നല്ല രീതിയിൽ ഈ പേഴ്സണെയും അതിനോടൊപ്പം നിങ്ങളെയും സഹായിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുന്നത് ഈ പേഴ്സൺ ആണ്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കാം, നിങ്ങൾ എല്ലാ ദിവസവും ഏഞ്ചൽസിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷെ അതിൻ്റെ ഗുണം, അതിൻ്റെ റിഫ്ലക്ഷൻ അല്ലേ, അതിൻ്റെ റിഫ്ലക്ഷൻ ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നു. മനസ്സിലായോ? അതായത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഗുണം ലഭിക്കുന്നത് ഈ പേഴ്സൺ ആണ്. അപ്പോൾ ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഒരു ചങ്ങലകൾക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്തൊക്കെയോ നെഗറ്റീവ് സിറ്റുവേഷൻസ് കാരണം നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ അടിമയായി പോകുന്നു. അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കാനും പോസിറ്റീവ് വൈബ്രേഷൻസിലേക്ക് വരാനും ഈ വ്യക്തിയെ നല്ല രീതിയിൽ ഏഞ്ചൽസ് സഹായിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഓക്കെ, അപ്പൊ ഇത് തീർത്തും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോ അമ്മ തന്റെ സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലെ, അമ്മ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിന്റെ ഗുണം കിട്ടുന്ന ആർക്കാണ്? കുട്ടികൾക്കാണ്. പ്രാർത്ഥിക്കുന്നത് ആരാണ്? അമ്മയാണ്. എന്ന് പറയുന്നത് പോലെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നത് നിങ്ങളാണ്. അതിന്റെ ഗുണം നല്ല രീതിയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നത് ഈ വ്യക്തിക്കാണ്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു ഏഞ്ചൽസിന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റുന്നു. ഏഞ്ചൽസ്, ഈ ഒരു ഏഞ്ചല് നല്ല രീതിയിൽ ഈ വ്യക്തിയെ സഹായിക്കുന്നത് ഫിസിക്കൽ ഇഷ്യൂസ് കൂടുതലും മാറാൻ വേണ്ടിയിട്ടാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഹീലിംഗ് എനർജിയാണ് ഈ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത് ഏഞ്ചൽസിന്റെ കയ്യിൽ നിന്നും. അപ്പോൾ ഏഞ്ചൽസ് തീർച്ചയായിട്ടും ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിലുള്ള ഗൈഡൻസ് ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. അത് ഈ ഏഞ്ചൽസ് കൊടുക്കുന്ന ഒരു ഗൈഡൻസ് ആണ്. അത് ഈ വ്യക്തി ഒരു പക്ഷെ മനസ്സിലാക്കുന്നില്ലായിരിക്കാം, പക്ഷെ ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഈ വ്യക്തിക്കുണ്ട്. ഓക്കെ, അതിലൂടെ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നത് ശാരീരിക അസ്വസ്ഥതകൾ മാറുകയും തെറ്റിദ്ധാരണകൾ മാറുകയും മനസ്സിന് സ്വസ്ഥതയും സമാധാനവും എന്തെന്നില്ലാത്ത സന്തോഷവും ഉത്സാഹവുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ മാനസിക സന്തോഷത്തെ സൂചിപ്പിക്കുന്നു. ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് എല്ലാ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പുറന്തള്ളപ്പെടുകയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നിങ്ങളിൽ ഉണ്ടാവുകയുമാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അതായത് ഒരു പക്ഷേ പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിരിക്കാം. അതായത് പ്രണയം കള്ളമാണ്, അല്ലെങ്കിൽ പ്രണയം ജസ്റ്റ് ചീറ്റിംഗ് ആണ് എന്നൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ കരുതിയിട്ടുണ്ടാവുന്നത്. പക്ഷേ ഈ പേഴ്സന്റെ മുഴുവനായിട്ടുള്ള കാഴ്ചപ്പാട് മാറുന്ന ലെവലിലേക്കാണ് ഏഞ്ചൽസിന്റെ സപ്പോർട്ട് കിട്ടാൻ പോകുന്നത്. അത് ഉറപ്പാണ്. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സ്പിരിറ്റ് കാർഡ്സ്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷന്റെ സ്പിരിച്വൽ മീനിങ് എന്താണ്. സ്പിരിച്വൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു കണക്ഷന് എന്താണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ കണക്ഷന് വന്നിരിക്കുന്ന ആ ഒരു സ്പിരിച്വൽ മീനിങ് എന്താണ്, ആത്മീയപരമായിട്ടുള്ള അർത്ഥം എന്താണ്. നമുക്ക് കാണാൻ പറ്റും ട്വിൻ ഫ്ലെയിംസ് ആണ്, സോൾ പാർട്ട്ണർ ആൻഡ് ഇറ്റേണൽ കണക്ഷൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടേണ്ടത് എന്നുള്ളത് ദൈവനിയോഗമാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരല്ല, ഒരിക്കലും അല്ല. കാരണം ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദൈവനിയോഗമായിട്ടുള്ള കണക്ഷനാണ്. ചിലപ്പോൾ നിങ്ങൾ പ്രണയിക്കേണ്ട പ്രായത്ത് പോലും അല്ലായിരിക്കാം ഇപ്പൊ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കൗമാരപ്രായത്ത് പോലും ഇല്ലാത്ത അട്രാക്ഷനും പാഷനും ആയിരിക്കാം ഈ പേഴ്സണോട് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രണയം പോലും കിട്ടിയിട്ടില്ലായിരിക്കാം. നിങ്ങൾക്കായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലേക്കായിരിക്കാം ഈ പേഴ്സൺ വന്നിട്ടുള്ളത്. അപ്പൊ തീർത്തും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. ഒരിക്കലും മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് വന്നിട്ടുള്ള കണക്ഷൻ അല്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ മുന്നോട്ട് ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത ആൾക്കാരായിരിക്കാം. ജീവിതത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പ്രണയവും വേണ്ട, ജീവിതവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ആ ഒരു ലൈഫിലേക്കാണ് ഈ പേഴ്സന്റെ കടന്നു വരവ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുജീവനാണ്, റീജനറേഷൻ ആണ്, റെജുവനേഷൻ ആണ്. അതായത് പുതിയൊരു റീബർത്ത് ആണ്. മനസ്സിലായോ? ഒരു പുനരുത്ഥാനം അല്ലെങ്കിൽ ഒരു പുനർജന്മമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും പുറന്തള്ളപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജീസ് കൊണ്ടുവന്ന ഒരേ ഒരു വ്യക്തി ഒരുപക്ഷെ ഈ പേഴ്സൺ ആയിരിക്കും. ഇത് നിങ്ങളുടെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. നിങ്ങളിൽ പലവരും ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് കാണിക്കുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ശക്തമായ പാസ്റ്റ് ലൈഫ് കണക്ഷനും കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു മുജ്ജന്മ ബന്ധം തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപാട് ജന്മങ്ങൾ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി, ഒരുപാട് ജന്മങ്ങൾ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രണയിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് ചേരാനോ കഴിഞ്ഞില്ല. ഓക്കെ, ഇപ്പൊ സപ്പോസ് പാസ്റ്റ് ലൈഫ്, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേര് കണ്ടുമുട്ടി, പക്ഷെ നിങ്ങൾക്ക് അത് ഒരുമിക്കാനോ സ്നേഹിക്കാനോ ഒന്നായി ചേരാനോ സാധിച്ചില്ല.
ഓക്കെ. അപ്പോൾ ആ ഒരു ജന്മാന്തരമായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും സോള് ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്നിക്കണം എന്നുള്ളത്. അത് ഈ ജന്മത്തിൽ അത് റിപ്പീറ്റേഷൻ ആയിട്ട് വന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഈ ജന്മത്തിൽ ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് സ്നേഹിച്ച് പിരിയുന്നതായിട്ട് കാണിക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കും. മനസ്സിലായി? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഒന്നിക്കുന്നത്. മനസ്സിലായോ? അത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡിവോഴ്സി ആയിരിക്കാം, നിങ്ങൾ അത്രയും വിശ്വസിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ കാർമിക് പാർട്ട്ണർ ആയിരുന്നു. അവരിൽ നിന്നും നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായി, നിങ്ങൾ ഡിവോഴ്സ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങളൊരു സിംഗിൾ പാരന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സിംഗിൾ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കല്യാണമൊക്കെ നോക്കിയിട്ട് ശരിയാവുന്നില്ല. അത് ഈ ഒരു പേഴ്സൺ വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സോ ഇതാണ് സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇത് പലവർക്കും ഇതൊരു നല്ലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, പക്ഷെ കുറച്ച് ആൾക്കാർക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം ജേർണി ആണ്. ഓക്കെ. അപ്പോൾ ഇത് തീർത്തും ഇത് നിങ്ങളുടെ ഡിവൈൻ പാർട്ട്ണർ ആണ്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ തീരുമാനിക്കുന്നത് ഡിവൈൻ ആണ്, നിങ്ങളല്ല. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതായത് ഈ പേഴ്സന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയ ആൾക്കാരായിരിക്കാം, ഒരുമിച്ച് പഠിച്ച ആൾക്കാരായിരിക്കാം. എന്നിട്ട് കുറേ കാലം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായില്ല, പെട്ടെന്ന് ഒരു ദിവസം വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടി, അങ്ങനെയും ആകാം. ഓക്കെ. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കൂടെ ഉള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. കമ്പാനിയൻഷിപ്പ് ആണ്. നിങ്ങൾ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട്, കുറേ കാലമായിട്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളിലേക്ക് വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് നമുക്ക് ഡിവൈനിന്റെ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഡിവൈൻ ഇൻഫോർമേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിഫ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ആണ് അല്ലെ? ഒരു സമ്മാനമാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഒരാൾ നമുക്ക് ഗിഫ്റ്റ് തരയാണ്, ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല അല്ലേ? അത് പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു ഗിഫ്റ്റാണ്, ഒരാൾ നമുക്ക് തന്ന ഗിഫ്റ്റാണ്. പക്ഷെ ആ ഗിഫ്റ്റ് എന്താണ്, എന്ത് സംഭവമാണെന്നുള്ളത് നമ്മളത് പൊട്ടിച്ച് നോക്കുമ്പോഴേ, നമുക്കത് പൊളിച്ച് നോക്കുമ്പോഴേ മനസ്സിലാകുള്ളൂ അല്ലേ? ആ ഒരു സെയിം ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്, പക്ഷെ അതെങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണെന്നുള്ളത് അത് തീർത്തും ഒരു ഗിഫ്റ്റാണ്. അത് വളരെ നിങ്ങളെ അത്രയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യവും കൂടി ആയിരിക്കും. ഇനി അടുത്ത 2 ആഴ്ചക്കുള്ളിൽ എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും? നമുക്ക് കിട്ടിയിട്ടുള്ളത് ദ ഇവന്റ് എനർജിയാണ്, കോൺഫ്ലിക്റ്റ് ആണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തല്ലുപിടുത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് റിവേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇവിടെ കടല് ശാന്തമാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഫൈറ്റിംഗ് എനർജി ഉണ്ടെങ്കിൽ അത് തീർത്തും നിൽക്കാൻ പോകുന്നു എന്നുള്ളത് കാണിക്കുന്നു. സ്വയം ശാക്തീകരണത്തെയാണ് കൂടുതലും കാണിക്കുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരും അനാവശ്യമായിട്ട് തല്ല് പിടിക്കുന്നത് കൊണ്ട് തന്നെ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ തല്ല് പിടിക്കുന്നത്, തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പോകുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾക്കിടയിൽ തല്ലുപിടുത്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തല്ലുപിടുത്തം നിങ്ങൾക്കിടയിൽ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നു, നിങ്ങളുടെ മനസ്സും ശരീരവും ഇട്ട് ഒരുപാട് ഇങ്ങനെ എനർജി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എനർജി എല്ലാം വീണ്ടെടുക്കുന്ന സമയമായിട്ടാണ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്വയം പല കാര്യങ്ങളെ കുറിച്ചും തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. മനസ്സിലായോ? എന്തിനാണ് ഇങ്ങനെ തല്ലുപിടിക്കുന്നത്, എന്താണ് സത്യത്തിൽ പ്രശ്നം എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ രണ്ടുപേരിലേക്കും നിങ്ങളുടെ യഥാർത്ഥ എനർജി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ. അതായത് ആ ഒരു അനാവശ്യമായിട്ടുള്ള ഫൈറ്റിംഗ് ടെൻഡൻസി മാറുന്നു, നിങ്ങളുടെ കംപ്ലീറ്റ് എനർജിയും തിരിച്ചു വരുന്നു. അതിലൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം വരുന്നു. ഓക്കെ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു റിയൂണിയൻ ഒക്കെ പ്രതീക്ഷിക്കാം. സമാധാനപരമായിട്ടുള്ള രീതിയിലൊക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മനസ്സിലായോ നിങ്ങളുടെ അടുത്ത്? കാരണം സാധാരണ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വരുമ്പോൾ അത് വലിയൊരു തമ്മിത്തല്ലിലായിരിക്കും അവസാനിക്കുന്നത്. പക്ഷെ ഇത്
ഇത് വന്നിട്ട് ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരുപാട് ലാഗായി പോകുന്നു. നെക്സ്റ്റ് നോക്കാം. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാ റിലേഷൻഷിപ്പിലും പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട് അല്ലേ, എന്ത് കാര്യത്തിലുണ്ട്. അപ്പൊ നെഗറ്റീവായിട്ടുള്ള കാര്യം, നിങ്ങൾ രണ്ടുപേരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം, അതിന് നാശം വരുമോ അല്ലെങ്കിൽ അത് അവസാനിക്കുമോ എന്നുള്ളത് നോക്കാം. നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ടാലിസ്മാൻ ആണ്. ആൻഡ് ഈ ഒരു കാർഡും വി ഗോട്ട് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള സംശയ രോഗങ്ങൾ ചുറ്റിപ്പറ്റി നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സംശയ രോഗം, തല്ലുപിടുത്തം, സെപ്പറേഷൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്രേക്കപ്പ്, ഇതാണ് നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ട് ഒരു ലൂപ്പ് പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തന്നെ വിചാരിക്കും, എന്തിനാണ് ഞങ്ങൾ പിരിഞ്ഞത്, എന്തിനാണ് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഫൈറ്റിംഗ് ഉണ്ടാകുന്നത്, ഇതുകൊണ്ട് എന്താണ് നേട്ടം, ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, ഇതൊരു നെഗറ്റീവാണ് അല്ലെ, അനാവശ്യമായിട്ട് സെപ്പറേഷൻ, ഇതൊരു നെഗറ്റീവാണ്. ഈ ഒരു നെഗറ്റീവിൻ്റെ എനർജി വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾക്ക് മാത്രമല്ല ഈ പേഴ്സണും മനസ്സിലാകും. ഓക്കെ, കാരണം ആ ഒരു നെഗറ്റീവ്, ആ ഒരു അനാവശ്യമായിട്ടുള്ള ഫൈറ്റിംഗ് ടെൻഡൻസി, സംശയ രോഗങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ എനർജി, ഇതൊരു നെഗറ്റീവ് എനർജിയാണ്, ഇതിൻ്റെ എനർജി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നമുക്കിത് റിവേഴ്സ് എനർജിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ രണ്ടുപേർക്കും പക്വത വരുന്നു, മനസ്സിരുത്തി ചിന്തിക്കാനുള്ള പ്രവണത വരുന്നു. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയ ഒരു ഡയറക്ഷൻ, പുതിയ തീരുമാനങ്ങൾ, പുതിയ ചിന്താഗതികൾ, അനാവശ്യമായിട്ടുള്ള പേടി ഇല്ലാണ്ടാകുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ട് സെപ്പറേഷൻ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർത്തും അത് നിങ്ങളെ വിട്ട് അത് പോകാൻ പോകുന്നു. മനസ്സിലായി, നിങ്ങളെ വിട്ട് ആ ഒരു നെഗറ്റീവ് എനർജി ഇല്ലാതെയാകുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇമോഷണൽ വിഡ്രോവൽ ആണ്. അനാവശ്യമായിട്ട് വിഷമിക്കുക, പേടിക്കുക, ധൈര്യം ചോർന്നു പോവുക, ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ മാറ്റി വെക്കാനാണ് പറയുന്നത്. ഇത്രയും നെഗറ്റീവ് മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് എന്ത് കൊണ്ടുവരാനാണ് പറയുന്നത്? പാഷൻ, കൺട്രോൾ, പവർ, ധൈര്യം, അതുപോലെ നിങ്ങളുടെ ആ ഒരു നിയന്ത്രണം, നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് റീസ്റ്റോർ ചെയ്യാനാണ് പറയുന്നത്, റീബർത്ത് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം അനാവശ്യമായിട്ട് വിഷമിക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കാനായിട്ട് പറയുന്നു. ആൻഡ് ഓൾസോ നമുക്ക് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന ലവ് മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഫോർഗീവ്നെസ് ആണ്. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ മോശമാണ് എന്നുള്ളത് ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയവായി ക്ഷമ തരണം, ക്ഷമിക്കണം, പുറത്തു കൊടുക്കണം, അതാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പൊ തീർത്തും ഇതൊരു നല്ലൊരു എനർജിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തത് തെറ്റാണെന്നും ആ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതുമാണ് ഏറ്റവും നല്ല ഒരു എനർജി എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടന്നാൽ മതി, എങ്ങനെയെങ്കിലുമൊക്കെ ആയാൽ മതി എന്നുള്ള മനോഭാവമല്ല. ഓക്കെ, നമുക്ക് നോക്കാം. 20-20 തീയതി കിട്ടിയിട്ടുണ്ട്, 29 തീയതി. ഓക്കെ, ഇന്നത്തെ വീഡിയോ കുറച്ച് ലാഗായി പോയി. 21 തീയതി മെഡിക്കൽ ഫീൽഡ്, ലോയർ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് 22 തീയതി, 24, 25. പൊളിറ്റീഷ്യൻ റീസണേറ്റ് ആവുന്നവർ കമന്റ് ചെയ്യാട്ടോ. 23 തീയതി ബിസിനസ് ഫീൽഡ്, ഫോട്ടോഗ്രാഫർ, social worker, housewife, ordinary jobs,
ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്, ഈ ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടിക്കോട്ടെ. ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയണം. റീസണേറ്റ് ആയവരും കമന്റ് ചെയ്യുക, ഈ ക്ലൂസ് ഒക്കെ റീസണേറ്റ് ആയവരും കമന്റ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.